വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. PSC എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന രണ്ട് ഹോട്ട് ടോപ്പിക്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. എപ്പോഴും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മിക്ക പരീക്ഷകളിലും കാണാറുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് തന്നെ നമുക്ക് പറയാം അടുത്ത ടോപ്പിക്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. നമ്മൾ കേൾക്കാത്ത പലതരത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ SCERT പുസ്തകങ്ങളിൽ ഉള്ളതുമായിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും കൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ആരാണ് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ ആരുടെ പേരാ നമ്മൾ പറയാ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരാണ് പറയാ അല്ലെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് പട്ടേലും അതുപോലെ തന്നെ VP മേനോനും കൂടെ ഒരു കരാർ ഉണ്ടാക്കി. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ VP മേനോനും ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറിനെ നമ്മൾ വിളിക്കുന്നു ലയന കരാർ. എന്താണ്? ലയന കരാർ എന്നാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്നും കൂടെ പറയും. അപ്പൊ ലയന കരാർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അല്ലെ, അത് ഉണ്ടാക്കിയത് ആരൊക്കെ ചേർന്നാണെന്നാ പറയുന്നത്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ്. അപ്പൊ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ടതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഇതിന്റെ തലവനായിരുന്ന മലയാളി ചോദിച്ചിട്ടുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VP മേനോനാണ്. പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിക്കണേ. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്ത രണ്ടാൾക്കാരാണ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. അതിന് നേതൃത്വം കൊടുത്തു സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി ആരാണ്? നമ്മുടെ VP മേനോൻ. ഇവർ രണ്ടുപേരും കൂടെ രൂപീകരിച്ച കരാറാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അഥവാ ലയനക്കരാർ. നാട്ടുരാജ്യ വകുപ്പ്, അതായത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്, ഇത് നിലവിൽ വന്നത് 1947 മെയ് മാസത്തിലാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് നിലവിൽ വന്നത് 1947 മെയ് മാസത്തിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ ചില നാട്ടുരാജ്യങ്ങൾ ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാവുകയുണ്ടായി. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ചില നാട്ടുരാജ്യങ്ങൾ ഒഴികെ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആദ്യത്തത് കാശ്മീര്, അവര് ചേരാൻ താല്പര്യപ്പെട്ടില്ല. അതുപോലെ തന്നെ ജുനഗഡ് ചേരാൻ താല്പര്യപ്പെട്ടില്ല. പിന്നെ ഏതാണ്? ഹൈദരാബാദ്. ഏതാണ്? ഹൈദരാബാദ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ. ഇവർ ഒന്നും തന്നെ എന്താണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാവാതിരുന്ന നാട്ടുരാജ്യങ്ങളാണ്. അപ്പൊ പുതിയ SCERT പുസ്തക പ്രകാരം തിരുവിതാംകൂറും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവിതാംകൂറും കൂടെ എഴുതിയത് കേട്ടോ. കാശ്മീര്, ജുനഗഡ്, ഹൈദരാബാദ്, തിരുവിതാംകൂർ ഇവരൊന്നും ചേർന്നില്ല. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് ആദ്യത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഭാവ്നഗർ എന്ന് പറയുന്ന നാട്ടുരാജ്യമാണ് അത്രേ ഇന്ത്യൻ യൂണിയനിൽ ആദ്യമായിട്ട് ചേർന്നത്. അതില് ചില ബുക്കുകളില് ബിക്കാനീർ ആണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ബിക്കാനീർ. അപ്പൊ നിങ്ങൾ ബിക്കാനീർ കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ. ഭാവ്നഗർ ആണ് 99% പറയണത്. ബിക്കാനീർ എന്നും ചിലയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്നത് ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ചുമതലയുണ്ടായിരുന്നത് ഏത് മന്ത്രിക്കാണ്? മന്ത്രിയുടെ പേരാ ചോദിക്കണേച്ചാ നമ്മൾ ആരുടെ പേര് പറയണം? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് പറയണം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ലയന കരാർ എന്ന് പറയുന്ന ഒരു കരാറിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാണ്
ഈ ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാറിൽ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ മാസം 26-ാം തീയതിയാണ്. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാറിൽ ഒപ്പുവെച്ചത് എന്ന് 1947 ഒക്ടോബർ 26. ഇനി ഈ ഹൈദരാബാദ് നീങ്ങി നിൽക്കല്ലേ, അപ്പൊ ഹൈദരാബാദിനെ നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് ഒരു സൈനിക നടപടിയിലൂടെയാണ്. 1948 ആ സൈനിക നടപടിയെ നമ്മൾ വിളിക്കുന്നത് ഓപ്പറേഷൻ പോളോ എന്നാണ്. എന്താണ് ഓപ്പറേഷൻ പോളോ? ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ ആരായിരുന്നു അവിടുത്തെ നൈസാം? ഹൈദരാബാദ് ഭരിച്ചിരുന്നത് അവിടുത്തെ നൈസാം ആരായിരുന്നു? ഹൈദരാബാദ് ഭരിച്ചിരുന്നത് മിർ ഉസ്മാൻ അലി ഖാൻ. ആരാണ്? മിർ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു. മിർ ഉസ്മാൻ അലി ഖാൻ. ഇനി ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവ്, ജുനഗഡിനെ എവിടെ ചേർത്തോളോ, ഇന്ത്യൻ യൂണിയനിൽ ചേർത്തോളോ എന്ന് പറഞ്ഞിട്ട് ഒരാള് സമരം നയിച്ചു. ആ ജനകീയ സമരത്തിന്റെ നേതാവ് ആരാണ്? സമൽദാസ് ഗാന്ധിയാണ്. ആരാണ് മക്കളെ? സമൽദാസ് ഗാന്ധിയാണ്. ജുനഗഡ് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്? ജനഹിത പരിശോധന അഥവാ റഫറൻഡം വഴി 1948 ഫെബ്രുവരി മാസം 24-ന് ജുനഗഡ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. മനസ്സിലായോ? അപ്പൊ റഫറൻഡം അഥവാ ജനകീയ പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് ഏതാണ്? ജുനഗഡ് ആണ്. 1948 ഫെബ്രുവരി മാസം 24-നാണ് ചേർത്തത്. അങ്ങനെ ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം എന്നീ വകുപ്പുകൾ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു. പിന്നെ നാട്ടുരാജ്യങ്ങൾക്ക് ആ വകുപ്പുകളൊന്നും കൈവച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല എന്നാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും അതുപോലെ തന്നെ മലയാളിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ ആരാണ്? VP മേനോനും കൂടെ ചേർന്ന് എന്തുണ്ടാക്കി? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അഥവാ ലയനക്കരാർ ഉണ്ടാക്കുകയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മലയാളി VP മേനോനും മന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 1947 നിലവിൽ വരികയാണ്. മെയ് മാസത്തില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇവയിൽ ചില ഹൈദരാബാദ്, തിരുവിതാംകൂർ എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ആദ്യമായി ചേർന്നത് ഭാവ്നഗർ ആണ്. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു കാശ്മീർ 1947 ഒക്ടോബർ 26-ന്. ഇനി ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി പ്രകാരം 48-ൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു ഹൈദരാബാദ്. അന്നത്തെ ഹൈദരാബാദ് നൈസാം മിർ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു. ഇനി റഫറൻഡം അഥവാ ജനകീയ പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവ് സമൽദാസ് ഗാന്ധി ആയിരുന്നു. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്, ആ റഫറൻഡം നടന്നത് 1948 ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയണ്ടേ നാട്ടുരാജ്യങ്ങളിലെ സംയോജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം വിത്തുകൾ. താഴെ പറയുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ഏത് എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ടീച്ചർ ആദ്യം തന്നെ നമുക്ക് എന്താ പറയാ SCERT പാഠപുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്ന സങ്കര ഇനം വിത്തുകളെ കുറിച്ച് പറയാം. SCERTയിൽ പറഞ്ഞത് ആദ്യം പറയും, അതിനുശേഷം നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ബുക്കുകളിൽ PSC പലപ്പോഴും ചോദിക്കാറുള്ള സാധാരണ രീതിയിലുള്ളതും പറയാം. SCERT കൊടുത്തിരിക്കുന്ന നെല്ലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് IR8. ഏതാണ് IR8? അടുത്തത് പവിത്ര, IR8 പവിത്ര. പിന്നെ ജയ. അടുത്തത് ത്രിവേണി. ഏതാണ്? ത്രിവേണി. അതുപോലെ തന്നെ ത്രിവേണി. പിന്നെ ഏതാണ്? അന്നപൂർണ. ഇതൊക്കെ തന്നെ SCERT പാഠപുസ്തകങ്ങളിൽ കാണപ്പെടുന്ന നെല്ലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ അശ്വതി, രോഹിണി, ത്രിവേണി, ജയ, അന്നപൂർണ, അല്ലെ? അങ്ങനെ കുറേയധികം എന്താ പറയുന്നത് നമ്മള് പഠിക്കുന്നുണ്ട്. ഉമ്മ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്? ഉമ്മ ട്ടോ. അപ്പൊ ഇത് SCERTയിൽ കാണുന്നതാണ്. അടുത്തത് ഉമ്മ പ്രധാനാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്രത്യാശ. എന്താണ്? പ്രത്യാശ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അശ്വതി ഉണ്ട്, അതുപോലെ തന്നെ രോഹിണി ഉണ്ട്. അശ്വതി അതുപോലെ തന്നെ രോഹിണി. ഇതൊക്കെ നോക്കണം, ഇതൊക്കെ നോക്കുക കേട്ടോ. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കാം. ഒരെണ്ണം കൂടിയും പറയണ്ട്, അനശ്വര. ഏതാണ്? അനശ്വര. ഇനി നെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, സുഗന്ധ നെല്ല് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ സുഗന്ധ നെല്ലിന്റെ പ്രത്യേകത ഏതൊക്കെയാണ്? സുഗന്ധ നെല്ലുകൾ എന്ന് പറയുന്നത് ബസുമതി. എന്താണ്? ബസുമതി. അതുപോലെ തന്നെ ഗന്ധകശാല. ഏതാണ്? ഗന്ധകശാല. അതുപോലെ തന്നെ ജീരകശാല. ഏതാണ്? ജീരകശാല. കവുങ്ങിൻ പൂത്തല. ഇതൊക്കെ അത്യുൽപാദന ശേഷിയുള്ള സുഗന്ധ നെല്ലിൽ പെടുന്നതാണ്. സുഗന്ധ നെല്ല് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബിരിയാണിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അരികളെയാണ് നമ്മൾ സുഗന്ധ നെല്ല് എന്ന് പറഞ്ഞത്. അപ്പൊ നെല്ലും സുഗന്ധ നെല്ലും കഴിക്കും. ഇനി അടുത്തത് PSCക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗോതമ്പ്. ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ പ്രധാനപ്പെട്ടത് ചോദിക്കാറുള്ളത് ഒന്ന് സൊണാലിക. ഇത് SCERT ബുക്കിലുണ്ട്, സൊണാലിക. അടുത്തത് ജലഗ് എന്ന് പറയുന്നതും അർജുൻ എന്ന് പറയുന്നതും SCERT ബുക്കുകളിൽ കാണപ്പെടുന്നതാണ്. ഗോതമ്പിന്റെ നമ്മളോട് ചോദിക്കാറുള്ള വേറൊരെണ്ണമാണ് SCERTയിൽ കണ്ടിട്ടില്ലാതെ കല്യാൺ സോന. ഇതും ചോദിച്ചിട്ടുണ്ട്, കല്യാൺ സോന. ഇപ്പൊ സൊണാലിക, കല്യാൺ സോന ഇതൊക്കെ പ്രധാനമാണ്. എന്തിന്റെ? നമ്മുടെ ഗോതമ്പിന്റെ. സൊണാലിക കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കല്യാൺ സോന ചോദിച്ചിട്ടുണ്ട്. ജലഗ്, അർജുൻ തുടങ്ങിയവ എവിടെ കാണപ്പെടുന്നതാണ്? SCERTയിൽ കാണപ്പെടുന്നതാണ് മക്കളെ. അതുകൊണ്ട് അത് നിങ്ങൾ എങ്ങനെയായാലും പഠിക്കണം കേട്ടോ. ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ടീച്ചർ പറയാം. ഗിരിജ ഇതിന്റെ, അതായത് ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ബിത്തൂർ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. RR21 ഇതും ഇതിൽ പെടുന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നു പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള് SCERT ബുക്കുകളിലുള്ളത് ഒന്ന് ജ്യോതിക. ഏതാണ്? ജ്യോതിക. അടുത്തത് ഭാഗ്യലക്ഷ്മി. അപ്പൊ SCERT ബുക്കുകളിൽ കാണപ്പെടുന്നതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളോ. ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ശാരിക, ലോല, മാലിക. ഇതൊക്കെ തന്നെ പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള് SCERT പാഠപുസ്തകങ്ങളിൽ കണ്ടെക്കണതാണ് കേട്ടോ. അപ്പൊ ഭാഗ്യലക്ഷ്മി ഉണ്ട്, ജ്യോതിക ഉണ്ട്, അല്ലെ? ഒക്കെ സിനിമാ നടിമാരുടെ പേരാ, അല്ലെ? ശാരികയുണ്ട്, ലോലയുണ്ട്, മാലികയുണ്ട്. അതുപോലെ തന്നെ ഇത് SCERTയിലുള്ളതാണ്. ഇത് കൂടാതെ കൈരളി. ഏതാണ്?
കൈരളി ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. കൈരളി പ്രധാനപ്പെട്ടതാണ്. കൈരളി ട്ടോ. അതുപോലെ തന്നെ കൈരളി പോലെ തന്നെ ഗീതിക, കൈരളി, ഗീതിക. അപ്പൊ ഇത്രയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പയറിന്റെയാണ് എന്ന് ഓർക്കുക. അപ്പൊ പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം പഠിച്ചില്ലേ? ഇനി അടുത്തത് PSCക്ക് ഇഷ്ടമുള്ള വേറൊരു സംഭവമാണ് മുളക്. മുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. മുളക് ഏതൊക്കെയാണ് മുളകിന്റെ പ്രധാനപ്പെട്ടത്? ജ്വാലാമുഖി, ജ്വാലാമുഖി. അടുത്തത് ഏതാണ്? ഉജ്ജ്വല, ഉജ്ജ്വല. അടുത്തത് ജ്വാലാസഖി, ജ്വാലാമുഖി, ജ്വാലാസഖി. കണ്ടോ? ജ്വാലാമുഖി ഉണ്ട്, അതുപോലെ തന്നെ ജ്വാലാസഖി ഉണ്ട്. ഇത് രണ്ടും എന്തിന്റെയാണ്? മുളകിന്റെയാണ്. പിന്നെ അടുത്തത് ഇതൊക്കെ SCRT-യിലുള്ളത്. അടുത്തത് വെള്ളായണി. പഠിക്കുക കേട്ടോ. വെള്ളായണി, വെള്ളായണി ഏതാണ്? വെള്ളായണി. അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രീൻ ഗോൾഡ്. ഏതാ? ഗ്രീൻ ഗോൾഡ്. വെള്ളായണി, ഗ്രീൻ ഗോൾഡ്. അർക്കമോഹിനി ഏതാണ്? അർക്കമോഹിനി. വെള്ളായണി, വെള്ളായണി, ഗ്രീൻ ഗോൾഡ്, അർക്കമോഹിനി. അതുപോലെ തന്നെ പിന്നെ അടുത്തതാണ് അനുഗ്രഹ. ഏതാണ്? അനുഗ്രഹ, അതുല്യ. ഇതൊക്കെ തന്നെ കുരുമുളകിന്റെ മുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അടുത്തത് നോക്കുക, തക്കാളിയുടെ. SCRT പാഠപുസ്തകത്തിലെ തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഒന്ന് ശക്തി, ഇത് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുണ്ട്. അടുത്തതും മുക്തി, ഇതും കണ്ടുണ്ട്. അടുത്തത് അനഘ. ശക്തി, മുക്തി, അനഘ തുടങ്ങിയവ തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എന്നും പറഞ്ഞ് നമ്മുടെ SCRT പാഠപുസ്തകത്തിൽ ഉള്ളതാണ്. പഠിക്കണം ട്ടോ. ഇനി അടുത്തത് വെള്ളായണി വിജയ് ഉണ്ട്. വെള്ളായണി വിജയ്. അപ്പൊ ശക്തി, മുക്തി, അനഘ കൂടാതെ വെള്ളായണി വിജയ് നോക്കി വെക്കണം. അതുപോലെ തന്നെ അക്ഷയ, വെള്ളായണി വിജയ്, അക്ഷയ തുടങ്ങിയവയും തക്കാളിയുടെയാണ്. അടുത്തത് വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതെല്ലാം? SCRT-യിലുള്ളതാണ് സൂര്യ, അതുപോലെ തന്നെ ഹരിത, അതുപോലെ തന്നെ ശ്വേത, അതുപോലെ തന്നെ നീലിമ. 4 SCRT പുസ്തകത്തിലുണ്ട്. സൂര്യ, ഹരിത, ശ്വേത, നീലിമ. സൂര്യ, ഹരിത, ശ്വേത, നീലിമ തുടങ്ങിയവ ഏതിൽ പെടുന്നതാണ്? വഴുതനയിൽ പെടുന്നതാണ്. അടുത്തത് നോക്കിക്കോളോ. അടുത്തത് അർക്കവിശാൽ, അർക്കവിശാൽ. ഇതും പഠിക്കണം. അർക്കവിശാൽ. അടുത്തത് എന്താണെന്നറിയാമോ? വൈശാലി. ഏതാണ്? വൈശാലി. അടുത്തത് പൊന്നി. ഇതൊക്കെ തന്നെ വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. PSCക്ക് ഇഷ്ടമുള്ളതാണ് ചീര. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ചീര. ചീരയിൽ എപ്പോഴും ചോദിക്കാറുള്ളത് അരുണിനെ കുറിച്ചാണ്. അരുൺ അല്ലെ? അരുൺ ചോദിച്ചിട്ടുണ്ട്. അത് അരുൺ SCRT ബുക്കിലുണ്ട്. അതുപോലെ തന്നെ COM1, COM ഉണ്ട് കേട്ടോ. COM2, COM3 ഇതും SCRT പാഠപുസ്തകത്തിൽ ഉള്ളതാണ്. ഇത് കൂടാതെ SCRT പാഠപുസ്തകത്തിൽ ഉള്ളത് കൂടാതെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കണ്ണാറലോക്കൽ. കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുണ്ട്. അരുണും കണ്ണാറലോക്കലുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കണത്. പഠിക്കണം നിങ്ങള്. അതുപോലെ തന്നെ മോഹിനി ഉണ്ട് കേട്ടോ മക്കളെ. മോഹിനി. ഏതാണ്? മോഹിനി. ചീരയുടെ കേട്ടോ. ക്ലിയർ ആയില്ലേ ചീര? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പാവല്. കയ്പയ്ക്ക, പാവല് എന്നൊക്കെ പറയും. ഈ പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പ്രിയ, പ്രീതി. പ്രിയ, പ്രീതി അല്ലെ? അടുത്തത് അർക്കരഹിത, അർക്കഹരിത. അർക്കഹരിത. പ്രിയ, പ്രീതി, അർക്കഹരിത. ഇത് എവിടെ കാണപ്പെടുന്നതാണ്? SCRT ബുക്കുകളിൽ കാണപ്പെടുന്നതാണ് പാവലിന്റെ കേട്ടോ. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേ? പ്രിയ, പ്രീതി, അർക്കഹരിത. ഇനി അടുത്തത് നോക്കിയ മക്കളെ. പ്രിയ, പ്രീതി, അർക്കഹരിത കൂടാതെ പ്രിയങ്ക. ഏതാണ്? പ്രിയങ്ക ട്ടോ. പ്രിയങ്ക. കോയമ്പത്തൂർ ലോങ്ക. എന്താണ്?
കോയമ്പത്തൂർ ലോങ്. ഇതും ഏതിന്റെയാണ്? പാവലിന്റെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കിക്കോളോ, വെണ്ട. വെണ്ട PSC ചോദിക്കാറുണ്ട്. വെണ്ട വെണ്ട എപ്പോഴും ചോദിക്കാറുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് കിരൺ, അടുത്തത് സൽകീർത്തി. ഇത് രണ്ടും CRT പാഠപുസ്തകത്തിൽ ഉള്ളതാണ്. ഒരെണ്ണം കൂടി ഉണ്ട് അതില്, സുസ്ഥിര എന്ന് പറയും. സുസ്ഥിര. അപ്പൊ കിരൺ, സൽകീർത്തി, സുസ്ഥിര തുടങ്ങിയവ വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ഏതൊക്കെയാ? കിരൺ, സൽകീർത്തി, സുസ്ഥിര തുടങ്ങിയവ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആനക്കൊമ്പൻ വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ്. അരുണ, ഏതാണ്? അരുണ. അതുപോലെ തന്നെ അഭയ, ഏതാണ്? അഭയ. അതുപോലെ തന്നെ സുസ്ഥിര, ഏതാ? സുസ്ഥിര. ഇതൊക്കെ വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അടുത്തത് നോക്കൂ, തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് T*D അല്ലെ. അതുപോലെ തന്നെ ചന്ദ്രലക്ഷ, ചന്ദ്രലക്ഷ, കേരഗംഗ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ചന്ദ്രശങ്കര. ഇത്രയും SCRT പാഠപുസ്തകത്തിൽ ഉള്ളതാണ്. T*D പോലെ തന്നെ D*Tയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതും നമ്മള് ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. T*D പോലെ തന്നെയാണ് ഏത്? D*T. T*D ഉണ്ട്, D*T ഉണ്ട്. ഇനിയും നിങ്ങൾ പഠിക്കണം അനന്തഗംഗ. ഏതാണ്? അനന്തഗംഗ. അതുപോലെ തന്നെ ചാവക്കാട് കുള്ളൻ, ചാവക്കാട് കുള്ളൻ. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മലയൻ ഡ്വാർഫ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചാവക്കാട് കുള്ളൻ, മലയൻ ഡ്വാർഫ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരഗംഗ, ലക്ഷഗംഗ, T*D, D*T. തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കുറെ ചോദിച്ചിട്ടുള്ളതാണ്. ചാവക്കാട് കുള്ളൻ പോലെ നീലേശ്വരം കുള്ളൻ ഉണ്ട്. ചാവക്കാട് കുള്ളൻ, നീലേശ്വരം കുള്ളൻ, മലയൻ ഡ്വാർഫ് ഒക്കെ പ്രധാനമാണ് കേട്ടോ. ഇനി അടുത്തത് കേരശ്രീ ഉണ്ട്. കേരശ്രീ, നമ്മൾ കേരഗംഗ പഠിച്ചു. ഇനി എന്തുണ്ട്? കേരശ്രീയും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും SCRT പാഠപുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇനി SCRT-യിലുള്ളതല്ല, നമ്മൾ പലപ്പോഴും ഇതൊന്നും അല്ലാണ്ട് വേറെയും കുറെ അധികം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള ചില വിത്തിനങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഒന്ന് ആനക്കയം, ആനക്കയം 1 കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന്റെ പേരാണ്. അടുത്തത് മൃദുല, ഏതാണ്? മൃദുല. അടുത്തത് ഏതാണ്? അക്ഷയ. അക്ഷയ വേറെയുണ്ട്, പക്ഷെ പഠിച്ചു വെക്കുക, അക്ഷയ ഇതിനും ഉണ്ട്. ഏതിന്? നമ്മുടെ കശുവണ്ടിയുടെയും പേര് എന്ത് തന്നെയാണ്? അക്ഷയ തന്നെയാണ്. അതുപോലെ തന്നെ കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള് നമുക്ക് പഠിച്ചു വെക്കണം. പന്നിയൂർ എല്ലാവർക്കും അറിയുന്നതാണത്. പന്നിയൂർ 1 to 9, പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, അങ്ങനെ പന്നിയൂർ 9 വരെ പറയും കേട്ടോ. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിജയ്, കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ശുഭകര ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ, കുരുമുളകിന്റെയാണ്. അടുത്തത് കൊറ്റനാടൻ, ഏതാണ്? കൊറ്റനാടൻ, കൊറ്റനാടൻ. അടുത്തത് കരിമുണ്ടൻ, അടുത്തത് കരിമുണ്ടൻ. ഇതൊക്കെ കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് മരച്ചീനിയെ കുറിച്ച്. കൊള്ളിക്കിഴങ്ങ് അഥവാ മരച്ചീനി എന്നൊക്കെ പറയും. അതില് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ഒന്ന് സൊണാലിക. അടുത്തത് ശ്രീവിശാഖം, ശ്രീവിശാഖം അല്ലെ. ശ്രീവിശാഖം ചോദിച്ചിട്ടില്ലേ? ശ്രീവിശാഖം. അപ്പോ മരച്ചീനിയുടെയാണ് ഏത്? സോറി, സൊണാലിക ഇല്ല കേട്ടോ. സൊണാലിക ഗോതമ്പിന്റെയാണ്. മരച്ചീനിയുടെ ഏതാണ്? ശ്രീവിശാഖം. മരച്ചീനി ശ്രീവിശാഖം. അതുപോലെ തന്നെ ശ്രീവിജയ, വിശാഖം, ശ്രീവിജയ. മരച്ചീനിയുടെ ഒന്നും കൂടെ പറഞ്ഞേ. ശ്രീവിശാഖം, ശ്രീവിജയ. ശ്രീവിശാഖം ചോദിച്ചിട്ടുണ്ട്. H165 കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. H165 ഏതിന്റെയാണ്? മരച്ചീനിയുടെയാണ് കേട്ടോ. അപ്പൊ ശ്രീവിശാഖം, ശ്രീവിജയ, H165. ഇനിയുണ്ട് മക്കളെ, H97 ഉണ്ട്, H226 ഉണ്ട്. ഇതൊക്കെ ഏതിന്റെയാണ്? മരച്ചീനിയുടെ തന്നെയാണ്. ശ്രീവിശാഖം, ശ്രീവിജയ, ശ്രീപ്രകാശ്. ഏതാണ്? ശ്രീപ്രകാശ്.
ഇപ്പോ അത്യാവശ്യം എന്താണ് മരച്ചീനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, അതായത് എന്താണ് റെഡ് ലേഡി ഏതിന്റെയാണ്? റെഡ് ലേഡി എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? എന്തിന്റെ അറിയോ? പപ്പായയുടെയാണ്. റെഡ് ലേഡി എന്തിന്റെയാണ്? പപ്പായ. അത് പഠിച്ചു വെക്കാട്ടോ. അടുത്തത് നോക്കൂ മക്കളെ, എള്ളും PSCക്ക് ഇഷ്ടമാണ്. എള്ള് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് തിലോത്തമ, എപ്പോഴും ചോദിക്കാറുള്ള തിലോത്തമ. അടുത്തത് തിലതാര, തിലോത്തമ, തിലതാര, സോമ, സൂര്യ. തിലോത്തമ, തിലധാര, സോമ, സൂര്യ തുടങ്ങിയവ എന്തിന്റെയാണ്? എള്ളിന്റെയാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത കാറ്റഗറി, ഇനി ചോദിക്കാറുള്ളതാണ് ഏലത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ഞെള്ളാനി. ഏതാണ്? ഞെള്ളാനി ഏലത്തിന്റെയാണ്. അടുത്തത് ഹരിറാണി. ഹരിറാണി ഏതിന്റെ മക്കളെ? കാബേജിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഹരിറാണി. ഇനി അടുത്തത് ഷോണിമ സ്വർണ ചോദിച്ചിട്ടുണ്ട്. ഷോണിമ സ്വർണ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്. ഇത് തണ്ണിമത്തനാണ്, തണ്ണിമത്തന്റെ ആണ്, തണ്ണിമത്തൻ. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് അനുപമ. അനുപമ അനുപമ ഏതിന്റെയാണ്? മുരിങ്ങ. അനുപമ മുരിങ്ങ. അടുത്തത് സിന്ദൂറ്. സിന്ദൂർ ഏതിന്റെയാ? ചക്കയുടെയാണ്. അടുത്തത് കാന്തി ശോഭ. കാന്തിയും ശോഭയും മഞ്ഞളിന്റെയാണ്. കാന്തി ശോഭ മഞ്ഞൾ. അപ്പൊ ഇത്രയുമാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് എത്രയോ അധികം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് നമ്മൾ പഠിച്ചത്. നോക്കിയേ, എവിടെ തൊട്ട് തുടങ്ങി? നമ്മള് SCRT തൊട്ട് നമ്മൾ തുടങ്ങി അല്ലെ. SCRT പാഠപുസ്തകങ്ങളിൽ ഉള്ളത് തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. നെല്ലിന്റെ പഠിച്ചു, പിന്നെ സുഗന്ധ നെല്ല്, അടുത്തത് ഗോതമ്പ്, പിന്നെ എന്താ പഠിച്ചേ? പയറിന്റെ പഠിച്ചു. ഗോതമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പയറ്, മുളക്, തക്കാളി, വഴുതന, ചീര അല്ലെ. പിന്നെ ഏതാ പഠിച്ചത്? പാവല്, വെണ്ട, തെങ്ങ് അല്ലെ. ഇനി അടുത്തത് കശുവണ്ടി, പപ്പായ, കുരുമുളക്, എള്ള്, മരച്ചീനി. ഇത് കൂടാണ്ട് പ്രധാനപ്പെട്ടത് മുമ്പ് ചോദിച്ചിട്ടുള്ളത് വേറെ. മറ്റു നേരത്തെ പറഞ്ഞാലും പ്രധാനപ്പെട്ടത് ചോദിച്ചത് ഉണ്ട് കേട്ടോ. SCRTD ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.